രോഗങ്ങളുണ്ടാവാനുള്ള സാധ്യത. കൊതുക് പോലും കടിച്ചാൽ തടിച്ച് രോഗമുണ്ടാകും പൂരാടൻ നക്ഷത്രക്കാർക്ക്. ഏതോ ഒരു വണ്ടിക്കാരനോടൊപ്പം ഒളിച്ചോടി. ഇപ്പോൾ വണ്ടിക്കാരനോടൊപ്പം ഇല്ല എന്നവരറിഞ്ഞു. മകൾ എവിടെയാണെന്ന് അറിയില്ല. അയാളുടെ ഉറ്റ സുഹൃത്താണ് നിങ്ങളുടെ ഈ കാമുകൻ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൾ ഫോണിൽ കൂടെ പൊട്ടിക്കരഞ്ഞു. നമസ്കാരം. 2 ദിവസം വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. എഴുത്തുകളൊന്നും നടക്കുന്നില്ല. ആൾക്കാരെന്നല്ല മനുഷ്യരുടെ ദുഃഖങ്ങൾ കേട്ട് എനിക്ക് ഉത്തരം പറയാനോ അല്ലെങ്കിൽ ഒരു മറുപടി പറയാനോ ഒരു പരിഹാരം പറയാനോ പറ്റാത്ത അവസ്ഥ. ദുഃഖ ദുരിതങ്ങളിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. സംഘർഷങ്ങളില്ലാത്ത മനുഷ്യരില്ല. മനുഷ്യനായിട്ട് ജനിച്ചാൽ ദുഃഖങ്ങൾ മാത്രമേ ഉള്ളൂ. സുഖമെന്ന് പറയുന്നൊരവസ്ഥ സ്വപ്നമായി തീരുന്നതാണ്. മക്കളില്ലാത്തവർക്ക് മക്കളില്ലാത്തതിൻ്റെ ദുഃഖം, മക്കളുള്ളവർക്ക് മക്കളുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കൊണ്ടുള്ള ദുഃഖം. കുട്ടികൾ തന്നെയാണ് ഇപ്പോൾ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ച ഒരു വിദേശ രാജ്യത്തു നിന്ന് വിളിച്ച ഒരു അമ്മ പൊട്ടിക്കരയുവാണ്. എന്താണെന്ന് വെച്ചാൽ കുട്ടി കുറേ നേരം ബാത്റൂമിലിരുന്ന് ഫോണിൽ സംസാരിക്കുന്നത് കണ്ടു. ഫോണിൽ സംസാരിക്കുന്നത് കണ്ട് ഒരു പരിധി കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ അമ്മ പോയിട്ട് വാതിൽ മുട്ടി വിളിച്ചു. അവൾ രോഷാകുലമായി വാതിൽ തുറന്നു. അമ്മ, സാധാരണ അമ്മമാരില്ലേ, നീ ഇത്രയും നേരം ആരോടാണ്, എന്തിനോടാണ്? വിദേശ രാജ്യമാണെന്ന് ഓർക്കണം. ഇവിടെ കേരളത്തിലാണെങ്കിൽ പോലും, ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിൽ പോലും അത്തരം ചോദ്യങ്ങൾക്കൊന്നും ഒരുപാട് നിയമപരമായ കുരുക്കുകളും അല്ലെങ്കിൽ കുട്ടികളിൽ നിന്ന് തന്നെ എതിർപ്പുകളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണെന്ന് മാതാപിതാക്കൾ തിരിച്ചറിയണം. ഈ അമ്മ കുട്ടിക്ക് ഒരൊറ്റ അടി വെച്ച് കൊടുത്തു. എന്നിട്ട് മൊബൈൽ പിടിച്ചു വാങ്ങുക എന്തോ ചെയ്തിട്ടേ ഉള്ളൂ. എന്തായാലും കുട്ടി സ്കൂളിൽ പോയി പരാതിപ്പെട്ടു. പിറ്റേ ദിവസം പോലീസ് വന്ന് അച്ഛനെയും അമ്മയെയും അറസ്റ്റ് ചെയ്തു. കുട്ടികളെ പോലീസിൻ്റെ സംരക്ഷണയിലാക്കി. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് അച്ഛനമ്മമാർ ചെയ്ത തെറ്റ്? 1 മണിക്കൂറിൽ ഏറെയായി ബാത്റൂമിൽ കയറി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞു. അമ്മയുടെ ഒരു ചെറിയ വികാരം പ്രകടിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഇവിടെ എവിടെയാണ് കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ഒരു ആത്മബന്ധമുള്ളത്? നൊന്ത് പ്രസവിച്ച മക്കൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്ന പ്രസവ വേദന തന്നെയാണ്. അങ്ങനെ നൊന്ത് പ്രസവിച്ച മക്കൾ അച്ഛനമ്മമാരോട് ഇങ്ങനെ പെരുമാറുന്നത് എന്തിനാണ്? അത് കഴിയുമ്പോൾ ഇന്നിപ്പോൾ വേറൊരമ്മ വിളിക്കുന്നു. ഒരു മകളെ കല്യാണം കഴിച്ച് കൊടുത്തയച്ചു. കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. കല്യാണം കഴിച്ച് കൊടുത്തയച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടികളുണ്ടായില്ല. അവൻ ഏതോ ഒരു സ്ഥലത്ത്, ഏതോ ഒരു രാജ്യത്ത്, ഏതോ കലിക രാജ്യത്ത് എവിടെയോ അവൻ ജോലി ചെയ്യുകയാണ്. അയാൾ ബന്ധമുണ്ടായിരുന്നിരിക്കാം, ഇല്ലായിരിക്കാം. എന്തായാലും ഈ പെൺകുട്ടിയല്ലേ, അവളെ 10-30 വയസ്സായി. അവൾ ഏതോ ഒരു വണ്ടിക്കാരനോടൊപ്പം ഒളിച്ചോടി. ഇപ്പോൾ വണ്ടിക്കാരനോടൊപ്പം ഇല്ല എന്നവരറിഞ്ഞു. മകൾ എവിടെയാണെന്ന് അറിയില്ല. ആരോ പറഞ്ഞു, ആദ്യം ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു, സ്വാമി ഇങ്ങനെ ഒരു കേസുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നമാണോ? അല്ല, നിങ്ങളുടെ പ്രശ്നമാണെങ്കിൽ എന്നോട് പറയൂ. ആർക്കാണ് പ്രശ്നം അവരെന്നെ ഒന്ന് വിളിക്കാൻ പറയും. അങ്ങനെ ഈ പാവപ്പെട്ട അമ്മ എന്നെ വിളിച്ചു. മകൾ എവിടെയാണെന്ന് അറിയാൻ വയ്യ. ഒരു മാതൃഹൃദയമാണല്ലോ. ഇനി എന്തെന്നൊക്കെ പറഞ്ഞാലും ഇന്ന് കുട്ടികളെ കാമുകന് വേണ്ടി തല്ലിക്കൊല്ലുന്ന അമ്മമാരൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ അരിച്ചെടുത്താൽ 1, 2 ഒക്കെ ഇങ്ങനെ ദൈവത്തിന് വേണ്ടാതെ പിശാചിനും വേണ്ടാതെ ജനിക്കുന്ന ചില ജന്മങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് ഓഗസ്റ്റ് വരെ വെയിറ്റ് ചെയ്യൂ. അതിനേക്കാൾ വേണ്ടത് അത്യാവശ്യം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുക. എവിടെങ്കിലുമൊക്കെ ഒരു ജഡം പൊങ്ങിയാലോ ഒരു പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. എന്തെങ്കിലുമൊക്കെ അപകട സൂചനമായ ശവങ്ങൾ എവിടെയെങ്കിലും കാട്ടിലുമൊക്കെ കിടക്കുമല്ലേ. ഈ ഇറങ്ങി പോകുന്നതൊക്കെ അങ്ങനല്ലേ. ഈ പോകുന്നമാർ 2 ദിവസം കഴിയുമ്പം അവർക്കൊക്കെ തൃപ്തിയാകുമ്പോൾ എന്താണ്, ഉപേക്ഷിക്കും. അങ്ങനെയല്ലേ. ഒരു മൃഗങ്ങളെ വേട്ടയാടി പിടിച്ചാൽ അത് ഭക്ഷണം വയറ് നിറച്ചു കഴിഞ്ഞാൽ അതിനെ ഇട്ടിട്ട് അടുത്ത മൃഗത്തിനെ തേടി പോകുന്ന പോലെ തന്നെയാണ്. ഈ ഇറങ്ങിപ്പോയ ചെറുപ്പക്കാരനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ എന്താണ്, അയാളവിടെ തന്നെ ഉണ്ട്. ഒരമ്മയുടെ വിങ്ങുന്ന ഹൃദയം, അവരുടെ വേദന. ഞാൻ പറഞ്ഞു, വേറെ ഒന്നും നോക്കണ്ട, അവർ ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോൾ നിലവിൽ. ഒന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കൂ, ഇങ്ങനെയുള്ളൊരു വിവരം ഒന്ന് അറിയിക്കൂ എന്ന് പറഞ്ഞു. അവരൊരു അന്വേഷണം നടത്തണമെങ്കിൽ ആരെങ്കിലും ഒരു അന്വേഷണം നടത്തട്ടെ, എവിടെയെങ്കിലും കണ്ടുമുട്ടുമെങ്കിൽ കണ്ടുമുട്ടട്ടെ. ഇത്യാദി കാര്യങ്ങളാണ് നിത്യവും കേൾക്കുന്നത്. ഇതിനിടയിലാണ് ഞാൻ 4 നോവൽ എഴുതണം. ഡിസംബർ 23-ാം തീയതി 64 വയസ്സ് തുടങ്ങും. 63 വയസ്സ് തികഞ്ഞ് 64 വയസ്സ് തുടങ്ങും. അപ്പോൾ 3 പുസ്തകം. ധൂമച്ചാവ് എന്ന് പറയുന്ന ഒരു മാന്ത്രിക നോവൽ, പത്മിനി പാലസ് എന്ന് പറയുന്ന ഒരു പ്രേതകഥകൾ, കുന്താപുര എന്ന് പറയുന്ന ഇപ്പോൾ ഗോകുലം ശ്രീയിൽ പ്രസിദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നോവൽ, ഞാനത് 18 അധ്യായം എഴുതി തീർത്തു. പിന്നെ എൻ്റെ 50ാമത്തെ നോവൽ എന്ന് പറയുന്നത് രാവണരാവുകൾ എന്ന് പറയുന്ന പുസ്തകമാണ്. രാവണൻ്റെ 10 ദിവസത്തെ ചിന്തകൾ, മരണത്തിന് മുമ്പുള്ള 10 ദിവസത്തെ രാവണൻ്റെ ഓരോ ശിരസിൻ്റെയും ആലോചന,
ആ 10 രാവുകളെ കുറിച്ചിട്ടുള്ളതാണ്. മഹാജ്ഞാനിയായിരുന്നു രാവണൻ. രാവണനെക്കുറിച്ച് ഞാൻ ആഴത്തിൽ മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശ്രീരാമ ഭഗവാൻ രാവണവധത്തിന് ശേഷം രാവണന് വേണ്ടി ബലികർമ്മങ്ങൾ ചെയ്ത ആളാണ്. അതൊന്നും നമ്മുടെ ഇതിഹാസ പുസ്തകങ്ങളിലൊക്കെ ഉണ്ടോ എന്നുള്ളതും പുരാണങ്ങളിലൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. പക്ഷേ എന്നാലും ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ രാവണൻ്റെ ജന്മം, രാവണൻ്റെ വളർച്ച, രാവണൻ്റെ ജ്ഞാനം, രാവണൻ്റെ മഹാദേവനുമായിട്ടുള്ള ശക്തി, ഇതൊക്കെ തന്നെ പ്രതിപാദിച്ചു കൊണ്ടുള്ള മരണത്തിന് മുമ്പുള്ള മരണാനന്തര ശേഷമുള്ള ഒരു ജീവിതത്തെക്കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു 50ാമത്തെ പുസ്തകം രാവണരാവുകൾ അത് എഴുതാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതിനിടയിൽ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റാത്തതല്ല, എനിക്കിങ്ങനെ കേൾക്കാൻ വയ്യാത്തൊരു മാനസികാവസ്ഥയുണ്ട്. എന്തൊരു കഷ്ടമാണ് മക്കൾ, ചെറുപ്പക്കാരികൾ മാതാപിതാക്കളോട് പെരുമാറുന്നത്, മാതാപിതാക്കൾ ചില ഭർത്താക്കന്മാർ ഭാര്യമാരോട് പെരുമാറുന്നത്. എന്തു നികൃഷ്ടമായിട്ടാണ് ചില ഭാര്യമാർ ഭർത്താക്കന്മാരോടും പെരുമാറുന്നത്. നമ്മളൊരു കാര്യം തിരിച്ചറിയുന്നത് വളരെ സത്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം എന്തെന്ന് പറഞ്ഞാൽ, ജീവിതം എന്ന് പറയുന്ന ഒരു ചെറിയ കാലയളവേ ഉള്ളൂ, അല്ലേ? ശരീരമെന്ന് പറയുന്ന, ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ശരീരം ഓരോ നിമിഷവും സർവനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നീ എന്ത് സത്കർമ്മങ്ങൾ ചെയ്താലും സത്കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിലും നിൻ്റെ ശരീരം ശരീരം നശിച്ചു പോകുന്നതാണ്, സർവനാശത്തിലേക്ക് പോവുകയാണ്. അത് രോഗദുരിതങ്ങളിലേക്ക്, നിൻ്റെ പൂർവ്വജന്മത്തിൻ്റെ കർമ്മമനുസരിച്ച് പൂർവീയമായിട്ട് കിട്ടുന്നു, പൂർവ്വജന്മത്തിൽ നിന്ന് വന്നു ചേർന്ന കർമ്മങ്ങളനുസരിച്ച് രോഗാവസ്ഥയിലേക്ക് ശരീരം പോകും. ഒരു മരുന്നിനും രക്ഷിക്കാൻ പറ്റാത്ത തരത്തിലുള്ള രോഗങ്ങൾ നിൻ്റെ ശരീരത്തിൽ ജന്മനാ തന്നെ ഉണ്ടാകും. അത് ഏത് ഘട്ടത്തിലാണ് വരുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിതൃക്കളാൽ പൂർവികരായിട്ടുള്ള മനുഷ്യർ നമുക്ക് സ്വത്തുക്കൾ തന്നിട്ടുണ്ടെങ്കിൽ ആ സ്വത്തുക്കൾ സത്യസന്ധമല്ലെങ്കിൽ, അത് സത്യസന്ധമായ സ്വത്തല്ലെങ്കിൽ, മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു പറിച്ചിട്ട് നമ്മുടെ കുടുംബക്കാർക്ക് ചേർത്ത് വെച്ചതാണെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരവസ്ഥ വരെ ഒരു ദോഷം അനുഭവിക്കുകയും പിന്നെ മലമൂത്ര വിസർജനങ്ങളിൽ കിടന്ന് ദുരിതപ്പെട്ട് ദുർമരണം സംഭവിക്കുകയും ഭഗവാൻ പോലും തിരിഞ്ഞു നടക്കുന്ന ഒരു കാലഘട്ടം അവരുടെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത്, അതൊരു ഘട്ടം കഴിയുമ്പോൾ തന്നെ, മധ്യകാലഘട്ടം കഴിയുമ്പോൾ തന്നെ തുടങ്ങും. ഇപ്പം എൻ്റെ അടുത്തൊക്കെ ബന്ധപ്പെടുന്ന പലരോടും ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ പൂർവിക സ്വത്താണോ കയ്യിലിരിക്കുന്നത്? പൂർവികരുടെ വീടോ സ്ഥലമോ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ ആ പൂർവികർ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ ഒരവസ്ഥ കൂടി നിങ്ങളിലേക്ക് വന്നു ചേർന്നേ പറ്റുള്ളൂ. അതങ്ങനെയാണ്, അല്ലേ? നമ്മൾ എന്നാ ചോദിക്കും, നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന്. നമ്മൾ ചെയ്തില്ലെങ്കിൽ പോലും. അതുകൊണ്ട് ഞാൻ പലരോടും പറയും, നിങ്ങൾ ഈ പൂർവികമായ അച്ഛനമ്മമാരുടെ സ്വത്തിന് വേണ്ടി കോടതിയിൽ പോയി സഹോദരങ്ങൾ തമ്മിൽ വഴക്ക് കൂടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എല്ലാ മനുഷ്യനും ജീവിക്കാനും അധ്വാനിച്ച് വളരാനും അധ്വാനിച്ച് പണമുണ്ടാക്കാനും സ്വന്തമായിട്ട് ജീവിക്കാനുള്ള കരുത്ത് എല്ലാ മനുഷ്യനും ഈശ്വരൻ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഉറുമ്പിന് അരിഭാരം, ആനയ്ക്ക് തടിഭാരം, അല്ലേ? ആനയ്ക്ക് തടിയാണ് ഭാരം, ഉറുമ്പിന് അരിയാണ് ഭാരം. അതേപോലെ നിനക്കെല്ലാം അതേപോലല്ല, അത് ഭാരത്തെക്കുറിച്ച് പറയുന്നതാണ്, അല്ലേ? ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം അവൻ അരിയാണ് ഏറ്റവും ഭാരമായിട്ടുള്ളത്, ആനയ്ക്ക് തടിയാണ് ഭാരം. വലിയവനും ചെറിയവനൊന്നും ഇല്ലാതെ ഭാരം തന്നെയാണ്. അവിടെ ജീവിതത്തിലുണ്ടാകുന്ന ഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ നമ്മുടെ നല്ല കർമ്മങ്ങളിലൂടെ ഈശ്വരനെ സമീപിക്കുക എന്നുള്ളതാണ്, അല്ലേ? ഈശ്വര നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പോവുക എന്നുള്ളത്. ഞാൻ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു സിനിമ കണ്ടു. എല്ലാ ദിവസവും സിനിമ കാണും. ആ സിനിമ കണ്ട് ഉയർന്ന് പറയുന്നൊരു സിനിമ, നമ്മുടെ മലയാളത്തിലെ നല്ല സംവിധായകനാണ്, ജോസഫ് എന്നൊക്കെ പറഞ്ഞ സിനിമയെടുത്ത് നല്ല സംവിധായകനിൽ എനിക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് പത്മകുമാറിൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ ആദ്യ ദിവസം സിനിമ കാണാനായിട്ട് പോയി. ഉയർന്ന് പറഞ്ഞ സിനിമ നിങ്ങളൊന്ന് കാണണം. ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള സിനിമ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങൾ അതിലൂടെ കടന്നു പോകുന്നുണ്ട്. സ്നേഹബന്ധങ്ങൾ എന്താണ്, അത് ആഴത്തിലൂടെ കടന്നു പോകുന്നത്, കുട്ടികൾ തമ്മിലുള്ള ബന്ധം. ഇത് നടന്ന ഒരു പോലീസ് ഓഫീസറുടെ ജീവിതത്തിൽ നടന്ന ഒരു കഥയെ ആസ്പദമാക്കി എഴുതിയ തിരക്കഥയായിട്ടാണ് അറിയാൻ പറഞ്ഞത്. പക്ഷെ നമ്മളൊന്ന് കാണേണ്ട ഒരു സിനിമയാണ്. കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് വളർത്തേണ്ടത്? കുട്ടികളെ വളർന്നു പോയ കുട്ടികൾ, നമ്മളറിയാതെ കുട്ടികൾ വളരും, ഇല്ലേ? നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുട്ടികളിൽ ഏൽപ്പിക്കുന്ന ആഘാതം, ആ കുട്ടികൾ അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവർ വഴിതെറ്റി പോകുന്നത്, ഇല്ലേ? അല്ലെങ്കിൽ വഴി തെറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മൾ തന്നെ കൊണ്ടെത്തിക്കുന്നത്? ഏത് സാഹചര്യങ്ങളിലാണ് മനുഷ്യൻ വഴി തെറ്റുന്നത്? എന്ത് ഭ്രമാത്മകമായ അവസ്ഥയിലൂടെയാണ് അവൻ്റെ സ്വപ്നങ്ങൾ തകർന്നു പോകുന്നത്? വളരെ രസകരമായിട്ട്, വളരെ ഭംഗിയായിട്ട്. ശരിക്കും പറഞ്ഞാൽ പത്മകുമാർ എന്ന് പറയുന്ന സംവിധായകനോട് നമുക്ക് ബഹുമാനവും സ്നേഹവും, എന്തിനെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം നമുക്ക് തോന്നും. ഒന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റാവുന്ന ആ സിനിമയെടുത്ത് ഏറ്റവും മികച്ചതാക്കി ചെയ്തു. അതിൽ പുതിയ രംഗത്തേക്ക് കയറി വരുന്നൊരു നടനാണെന്ന് തോന്നുന്നു, എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പോലീസ് സ്റ്റോറിയാണ്, ഒരു പോലീസ് സബ്ജക്റ്റാണ്.
ഈ യാദൃച്ഛികമായിട്ടുള്ള നമ്മുടെ കുറ്റാന്വേഷണ കഥകളിലും സാധാരണ ഒരു കൊലപാതകം ചെയ്യുന്നത് കണ്ടുപിടിക്കുന്ന പോലെയാണ്. പക്ഷേ ഇതിനകത്ത് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളുണ്ട്, ആ ബന്ധങ്ങളുടെ മൂല്യങ്ങളുണ്ട്, അതിനകത്ത് കുട്ടികൾ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമുണ്ട്. ഒരു നല്ല കുട്ടികളില്ലാത്ത ഒരു പോലീസ് ഓഫീസർ ആ നഷ്ടപ്പെട്ടു പോകുന്ന കുട്ടികളെ തേടി പോകുന്നതുണ്ട്. ആ മുംബൈയൊക്കെ കാണിച്ചിരിക്കുകയും അവിടുത്തെ ചിത്രീകരണമൊക്കെ ഭംഗിയായിട്ടുണ്ട്. അപ്പം നമ്മൾ ആ സിനിമയൊന്ന് കാണുന്നത്, ഞാൻ റെക്കമെൻഡ് എല്ലാ സിനിമയെക്കുറിച്ചും ഞാൻ അങ്ങനെ പറയാറില്ല, എന്നാലും ഈ സിനിമ അത് ഉയിര് തന്നെയാണ്. സിനിമ കുട്ടികൾ മാതാപിതാക്കളുടെ ഉയിരാണ്. സ്നേഹിക്കപ്പെടുന്നവനെ സ്നേഹിക്കുന്നവളുടെ ഉയിരാണ്. പെണ്ണിന് പുരുഷൻ സ്നേഹിക്കുന്ന പുരുഷന് ഉയിരാണ്. അവർക്ക് ജനിച്ച കുട്ടികൾ ഉയിരാണ്. ഇതിനൊക്കെ ഉപരി നമ്മുടെ സ്വന്തം ജീവിതത്തിൻ്റെ ഉയിര്, ആ ഉയിര് നമ്മൾ നല്ല കഥയാണ്, നല്ല രസകരമായിട്ടുള്ള ഒരു സിനിമയാണ് ഈ ഉയിരെന്ന് പറയുന്ന സിനിമ. അത് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്ത് ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് എന്നെ ഒരുപാട് മോശം പറയുന്നു, എനിക്ക് ഹിതമല്ലാത്ത ബന്ധമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ സ്വാമി ഒന്ന് സംസാരിക്കണം, സ്വാമിക്ക് അറിയാവുന്ന ഒരാളാണ്. യഥാർത്ഥത്തിൽ എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല. അദ്ദേഹം ഇങ്ങനെ സ്വയം പരപുരുഷ ബന്ധമുള്ളതുകൊണ്ട്, പരസ്ത്രീ ബന്ധമുള്ളതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ എന്നെ അപമാനിതനാക്കിയിട്ട് രക്ഷപ്പെട്ട് സമൂഹത്തിൽ നല്ല പിള്ള ചമയനായിട്ട് ഉണ്ടാക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കൊക്കെ എന്നെ നല്ലപോലെ അറിയാം. അങ്ങ് സംസാരിക്കണം എന്ന് ഞാൻ പറഞ്ഞു, എന്നെ ഒന്ന് വിളിക്കാൻ പറയാം. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു എങ്ങനെയാണ്? അപ്പോൾ പറഞ്ഞു, സ്വാമി കരിക്കകം ക്ഷേത്രത്തിൽ തിളച്ച എണ്ണയിൽ കൈമുക്കിയതിൽ വിശ്വസിക്കുന്ന ആളല്ലേ? ഞാൻ പറഞ്ഞ ആണ്. തിളച്ച എണ്ണയിൽ കൈമുക്കിയാൽ കുറ്റം ചെയ്തിട്ടില്ലാത്തവരുടെ കൈ പൊള്ളും, ഇല്ലെങ്കിൽ പൊള്ളില്ല. ഇത് പണ്ടുകാലത്തെ ഉള്ള ഒരു സങ്കല്പമാണ്, ഇപ്പോഴും അതുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അവളോട് സ്വാമി ഒന്ന് പറയൂ, അവളുടെ മനസ്സിൽ ഞാനല്ലാതെ മറ്റൊരു പുരുഷനെ അവൾ സ്പർശിച്ചിട്ടില്ല എന്ന് കരിക്കകം ക്ഷേത്രത്തിൻ്റെ തിളച്ച എണ്ണയിൽ കൈമുക്കി അവളോടൊന്ന് പറയൂ സ്വാമി. ഞാൻ ശരിക്കും നിശബ്ദനായിപ്പോയി. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, എനിക്കൊരു തെറ്റ് പറ്റി, അത് തെറ്റാണെന്ന് പറഞ്ഞ് ഞാൻ ആ സൗഹൃദം ഒഴിവാക്കി. എനിക്ക് സൗഹൃദം തോന്നിയ പെൺകുട്ടിയോട് തന്നെ പറഞ്ഞു, എൻ്റെ ഭാര്യയും കുട്ടികളെയും ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല, അതെനിക്ക് തെറ്റായിട്ട് വരും. അതുകൊണ്ട് നീ ഞാനുമായിട്ടുള്ള സൗഹൃദം അടുത്ത ജന്മത്തിൽ കാണാം, ഈ ജന്മത്തിൽ നീ മറന്നേ പറ്റൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞു. പക്ഷേ ഈ പറയുന്ന എൻ്റെയും എൻ്റെ വീട്ടുകാരെയും എൻ്റെ സുഹൃത്തുക്കളെയും ഒക്കെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് സ്വാധീനിച്ച് അവളെ നല്ല പതിവ്രതയായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ആ സ്ത്രീയോട് സ്വാമി ഒന്ന് പറയൂ. അവൾക്ക് സ്വാമിയെ വിശ്വാസമാണ്. കരിക്കകം ക്ഷേത്രത്തിൻ്റെ തിളച്ചെണ്ണയിൽ കൈമുക്കി അവളുടെ മനസ്സിൽ ഞാനല്ലാതെ മറ്റൊരു പുരുഷനോ എന്നെയല്ലാതെ മറ്റൊരു പുരുഷനെ സ്പർശിച്ചിട്ടില്ലാതെ പറയുമോ എന്ന്. ഞാൻ പറഞ്ഞു, ശരി, ഞാനൊന്ന് സംസാരിക്കട്ടെ, നിങ്ങൾ എന്നെ ഒന്ന് വിളിക്കാൻ പറ. ആ സ്ത്രീ എന്നെ വിളിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ മനസ്സിൽ ഭർത്താവല്ലാതെ ഒരു പുരുഷനുണ്ടോ? ഇല്ല സ്വാമി. നിങ്ങൾ ഭർത്താവല്ലാതെ ഒരു പുരുഷനെ സ്പർശിച്ചിട്ടുണ്ടോ? ഇല്ല. നല്ല ചിന്തയല്ലാതെ ഒരു സ്പർശനമൊക്കെ ഉണ്ടാവുമല്ലോ? ഇല്ല, ചിന്തിച്ചിട്ടില്ല. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, കരിക്കകം ക്ഷേത്രത്തിലെ തിളച്ച എണ്ണയിൽ നിങ്ങൾക്ക് കൈമുക്കാൻ കഴിയുമോ? അവൾ ഒരു നിമിഷം നിശബ്ദയായി. അല്ല സ്വാമി, അത് പിന്നെ നിങ്ങൾ സ്ത്രീകൾ കരഞ്ഞ് കാല് പിടിച്ച് മറ്റുള്ളവരെ സഹതാപം പിടിച്ചു പറ്റാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യും. കുട്ടി, നിങ്ങൾക്ക് പരപുരുഷ ബന്ധമുണ്ട്. ആ പരപുരുഷ ബന്ധം ഏറ്റവും നന്നായി അറിയാവുന്നതാണ് നിങ്ങളുടെ ഭർത്താവ് എന്ന് വിചാരിച്ച് ആളെ ഞാൻ ന്യായീകരിക്കുന്നതല്ല. നിങ്ങളോട് അയാൾ ക്ഷമിക്കാൻ തയ്യാറാണ്. അയാളുടെ ഉറ്റ സുഹൃത്താണ് നിങ്ങളുടെ ഈ കാമുകൻ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൾ ഫോണിൽ കൂടെ പൊട്ടിക്കരഞ്ഞു. ഞാൻ പറഞ്ഞു, രണ്ടുപേരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുക. കുട്ടികൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ ഉയരെന്ന് പറയുന്ന സിനിമയൊന്ന് കാണൂ. നമ്മുടെ ശരീരത്തിൻ്റെ ദാഹത്തിന് വേണ്ടിയിട്ട്, ശരീരത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട്, ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളെ മറന്നു പോകുമ്പോൾ, ചുറ്റുമുള്ള മൂല്യങ്ങൾ മറന്നു പോകുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ വിലയേറിയ ജീവിതമാണ്. ജീവിതം ഓരോ നിമിഷവും കടന്നു പോകുന്ന അല്ലേ, അതും കടന്നു പോകും എല്ലാം. ആ ജീവിതം നഷ്ടപ്പെടുത്താതിരിക്കൂ. അതൊരിക്കൽ നഷ്ടപ്പെട്ടാൽ, ഒരിക്കൽ പൊട്ടിപ്പോയാൽ അത് കെട്ടിവെക്കേണ്ടി വരും. കെട്ടിയതൊക്കെ തന്നെ പിന്നെ ഒരു മുഴച്ചു തന്നെ ഇരിക്കും എന്നുള്ള ഒരു സത്യം ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു. ഇത് എന്നെ വിളിക്കുന്ന അല്ലേ, ഒരാളോട് ഇഷ്ടം തോന്നാം, കല്യാണം കഴിഞ്ഞ ആൾക്ക് കല്യാണം കഴിയാത്തവരോട് ഇഷ്ടം തോന്നാം, കല്യാണം കഴിഞ്ഞവരോട് ഇഷ്ടം തോന്നാം. ഇതെല്ലാം തന്നെ മനുഷ്യ ജീവിതത്തിലുള്ളതാണ് അല്ലേ. ഞാനതിനകത്തൊന്നും ഇതൊക്കെ മനുഷ്യനല്ലേ, അവന് എന്തോ ഹിതമല്ലാത്ത ബന്ധങ്ങൾക്കുണ്ടാകുന്ന നാശങ്ങൾ. എൻ്റെ കപടസന്യാസ ഒരു ആത്മകഥ എന്ന് പറയുന്ന പുസ്തകം
നോവുകടൽ എന്ന് പറയുന്ന പുസ്തകം, മജ്ജയും മാംസയും മാല എന്ന് പറഞ്ഞൊരു പുസ്തകം. അപ്പോൾ ടീച്ചർ പറയായിരുന്നു, ഇപ്പം പുസ്തകമേള തുടങ്ങുകയാണ്. തൃശ്ശൂർ പാറമേക്കാവിൽ അങ്ങാണ്ട് പുസ്തകോത്സവമുണ്ട്. എറണാകുളത്ത് മാതൃഭൂമി ബുക്ക് സ്റ്റാളിൽ പുസ്തകോത്സവം തുടങ്ങുകയാണ്, അവിടെയുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം അവിടെ പോയിട്ട് ഇതൊന്ന് വായിക്കണം. ഞാൻ എഴുതിയിട്ടുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളാണ്, നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിൽ. നിങ്ങൾക്ക് ആ കപടസന്യാസിയുടെ ആത്മകഥ എന്ന പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത് ഒരു ദാമ്പത്യം എങ്ങനെയാണ്, ഒരു വിവാഹ ജീവിതം എങ്ങനെയാണ്, നമുക്ക് ആരോട് കൂട്ടുകൂടണം, ആരോട് കൂട്ടുകൂടാതിരിക്കണം, ഒരു സുഹൃത്തിനെ എങ്ങനെ കരുതണം, ഒരു സുഹൃത്തിനെ എങ്ങനെ വീട്ടിൽ കൊണ്ടുവരണം, ഒരു സുഹൃത്തിനെ വീട്ടിൽ പിന്നെ എങ്ങനെയാണ് ഒരു സുഹൃത്തിനോട് പെരുമാറേണ്ടത്, കുട്ടികളെ എങ്ങനെ പെരുമാറണം, കുട്ടികളോട് എങ്ങനെ പെരുമാറണം, കുട്ടികളെ എങ്ങനെ വളർത്തണം. ഇതെല്ലാമാണ് ഒരു കപടസന്യാസിയുടെ ആത്മകഥയ്ക്കകത്തും നോവുകടലിനകത്തും ഒക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. മജ്ജമാംസീമാലയത്തിലേക്കും പറഞ്ഞിട്ടുണ്ട്. ആത്മീയത എന്ന് പറയുന്നത്, നമ്മൾ കുറേ ആത്മീയത പറഞ്ഞുകൊണ്ട് കുറേ അമ്പലത്തിൽ പോയത് കൊണ്ടും കുറേ ഭസ്മം മാരിയിട്ടത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നിന്റെ കർമ്മം കൊണ്ട്, നിന്റെ കർമ്മത്തിൽ നിന്റെ സത്യസന്ധമായ കർമ്മത്തിലൂടെ നീ യാത്ര ചെയ്യുക. സത്യസന്ധമായ കർമ്മത്തിലൂടെ യാത്ര ചെയ്താൽ മാത്രമേ നിന്റെ മനസ്സിന് ശാന്തി കിട്ടാവുന്ന സംഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകൂ. ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ വരും, അല്ലേ? ഒരുപാട്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാളെ എന്നെ വിളിച്ചായിരുന്നു, ഈ സർപ്പങ്ങളെ അടിച്ചു കൊല്ലുന്നതിനെ കുറിച്ച് സ്വാമി പറയുന്നത്. ഞാൻ ഒരുപാട് സർപ്പങ്ങളെ കൊന്നിട്ടുണ്ട്, ഇതുവരെ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ ഒരു കുഴപ്പം ഉണ്ടായിരിക്കട്ടെ. പിന്നെ സ്വാമി എന്തിനാണ് പറയുന്നത്, സർപ്പങ്ങളെ കൊന്നു കഴിഞ്ഞാൽ അതുണ്ടാവും, ഇതുണ്ടാവും, പട്ടിയെ അടിച്ചു കൊന്നാൽ അങ്ങനെ ഉണ്ടാവും. ഞാൻ പട്ടികളെ അടിച്ചു കൊന്നിട്ടുണ്ട്, പാമ്പുകളെ അടിച്ചു കൊന്നിട്ടുണ്ട്, ഇനിയും അടിച്ചു കൊല്ലും. അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് സ്വാമി ഈ DNA ചാനലിൽ വന്നിരുന്ന വൈകുന്നേരം 7 മണിയാകുമ്പം ഇതിനെക്കുറിച്ചൊക്കെ സ്വാമി എന്തിനാ, സർപ്പങ്ങളെ കൊന്നാൽ ഒരു കുഴപ്പമില്ല, പിന്നെ സർപ്പങ്ങളെ കൊല്ലാതിരിക്കണം എങ്ങനെ എന്ന ചോദ്യത്തിന് നമ്മൾ എന്തൊരു ഉത്തരം പറയാം? നമുക്കൊരു ഉത്തരം പറയാനുമില്ല. ഞാൻ പറഞ്ഞാൽ താങ്കൾ കൊന്നോളൂ, അല്ല ഞാൻ കൊല്ലും. ഇപ്പം സ്വാമി കൊല്ലണ്ടെന്ന് പറഞ്ഞാലും ഞാൻ കൊല്ലും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചേ, അപ്പോൾ ശരി സ്വാമി, ഞാൻ സ്വാമിയുടെയും മണ്ടത്തരങ്ങളും സ്വാമി പറയുന്ന വിഡ്ഢിത്തരങ്ങളും കേൾക്കാൻ കുറേ പേരുണ്ട് 7 മണിയാകുമ്പോൾ. പക്ഷേ ഞാൻ സ്വാമിയെ ഒന്ന് വിളിച്ച് പറയണമെന്ന് തോന്നി. ഞാൻ പറഞ്ഞത് ഭാര്യ ഇത് സ്ഥിരമായിട്ട് കേൾക്കുമല്ലേ? കേൾക്കും, 7 മണിയാകുമ്പോൾ അവൾ കേൾക്കും. എന്നിട്ട് അവൾ സ്വാമിയുടെയും മണ്ടത്തരങ്ങളും കേട്ടുകൊണ്ട് എന്നെ ഉപദേശിക്കാൻ വേണ്ടി വരും. പാമ്പ് കുത്തിയ ഞാൻ സ്വാമി ഒരു പാമ്പിനെ, ആ വാവാ സുരേഷ് സ്വാമിയുടെ സുഹൃത്തല്ലേ, ആ വാവയോട് പറഞ്ഞിട്ട് ഒരു പാമ്പിൻ്റെ വാവ് തുറന്നു വെച്ചാൽ ഞാനകത്ത് വിരലിട്ട് കറക്കാമെന്ന്, പാമ്പിൻ്റെ വാക്കകത്ത് ഇദ്ദേഹം. അപ്പം ഞാൻ ചോദിച്ചു, ഒരു കാര്യം ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞു, എന്താണ് പേര്? മണിയനെന്നോ മണികണ്ഠനെന്നോ ഏതോ ഒരു പേര് പറഞ്ഞു. താങ്കളുടെ വീട്ടിൽ ആർക്കാ ഭ്രാന്തുണ്ടായിരുന്നത്? അതെൻ്റെ അച്ഛനല്ലാതെ അതെൻ്റെ അപ്പൂപ്പനും ഉണ്ടായിരുന്നു. ശരി. അപ്പോൾ താങ്കൾ പാമ്പിൻ്റെ വായിൽ കൈയിട്ട് കറക്കും. ഇത് പാരമ്പര്യമായിട്ടുള്ള ഒരു രോഗമാണ്. അത് എത്ര തലമുറകളായിട്ട് വരുന്നു? 2-3 തലമുറകളായിട്ട് പാരമ്പര്യമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് താങ്കൾക്കും വരും. നിലവിൽ താങ്കൾക്കതുണ്ട്. എനിക്ക് ഭ്രാന്ത്, നിങ്ങളെപ്പോലുള്ള ഭ്രാന്തന്മാർ അതൊക്കെ പറയും. എനിക്ക് ഭ്രാന്തില്ല. ഞാൻ പറഞ്ഞു, തനിക്ക് ഭ്രാന്തില്ല എന്ന് മനസ്സിലാക്കുന്നത് ഒരു ഭ്രാന്തൻ തന്നെ മാത്രമായിരിക്കും. അത് മനസ്സിലാക്കാൻ താങ്കൾ ദൈവത്തെ ഓർത്ത്, താങ്കൾക്ക് എന്താണ് ജോലി? അപ്പോൾ പുള്ളി പറഞ്ഞു, കേബിൾ കുഴിക്കുന്നതാണ്. നമ്മൾ കേബിളൊക്കെ കുഴിക്കുമ്പോൾ നോക്കിക്കോളൂ, ഈ ചുറ്റുന്ന കേബിളുണ്ടല്ലോ, കേബിൾ തന്നെ നാഗമായിട്ട് താങ്കളെ ചുറ്റി താങ്കൾക്ക് ആപത്തുണ്ടാകാതിരിക്കട്ടെ. ഇനി കൂടുതൽ താങ്കളോട് സംസാരിക്കാനില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നെ ഒന്ന് വിളിച്ചു. സാറേ, സ്വാമി പറഞ്ഞ 100% സത്യമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ എല്ലാവരും ഇങ്ങനെ പാരമ്പര്യമായിട്ട് ഇതിങ്ങനെ ഭ്രാന്തിൻ്റെ ഒരു അസുഖമുണ്ട്. ഇദ്ദേഹത്തിനും അത് തന്നെയാണ്. രാത്രി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് അവിടെ ഒരു വടി കൊണ്ട് വെച്ചിട്ടുണ്ട്. ആ വടിയുമായിട്ട് കട്ടിലിൻ്റെ മുറികൾ മുഴുവൻ നോക്കും, പുറത്തിറങ്ങും, എന്നെ വിളിച്ചുണർത്തും, അവിടെ ഇവിടെ എങ്ങനെ പാമ്പ് വന്നിട്ടുണ്ടോ നോക്കാൻ. അപ്പം പാമ്പുകളെ, നാഗങ്ങളെ കൊല്ലുകയും ഇത്തരം ആരാധനയെക്കുറിച്ച് പറയുമ്പോൾ അതിനെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ആൾ മാനസികമായി നിലതെറ്റി ആ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുവാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആ ഭാര്യ അപ്പോൾ പറഞ്ഞ്, എൻ്റെ മകളാണ് സ്വാമി, ഒരു മകള്, അവർക്കൊരു ദോഷവും വരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കും. ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇദ്ദേഹത്തിന് ഇദ്ദേഹം ഉണ്ടല്ലോ, ഈ എന്നെ വിളിച്ച അദ്ദേഹം കുറച്ച് ബുദ്ധിമുട്ടാണ് സ്വാമി. കഴുത്തിൻ്റെ ഇവിടെ തേയ്മാനമുണ്ട്. പുള്ളി മനസ്സിലാക്കണില്ല. ആശുപത്രിയിലും പോകുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, കണ്ടില്ലേ, പാമ്പിൻ്റെ പണത്തിലടിച്ച് കൊല്ലുമ്പം കഴുത്തിൽ തേയ്മാനം വരും. അപ്പോൾ ആശുപത്രിയുണ്ട്. കഴുത്തിന് തേയ്മാനമാണെങ്കിൽ സ്വാമിമാരെടുത്തോ ജ്യോതിഷന്മാരെടുത്തോ അല്ല പോകേണ്ടത്. പോയിട്ട് തേയ്മാനം വരുന്നതിന് പരിഹാരമുണ്ടോ? കുറേ കഴിഞ്ഞ് കോളറൊക്കെ ഇട്ട് കുറേ കാലം ഇങ്ങനെ നടക്കാം. നാഗത്തിൻ്റെ ഭണത്തിനെ അടിച്ചു കൊന്നാൽ 100%
നട്ടലിൻ്റെ ആ കശേരുക്കൾക്ക് രോഗാവസ്ഥയുണ്ടാകും. നാഗങ്ങളെ നശിപ്പിച്ചാൽ വംശനാശമുണ്ടാകും. നാഗക്കവളം ഇപ്പോൾ പലരും എന്നോട് പറയാം, അതൊക്കെ ഞങ്ങൾ ശരിയാക്കി. ഇപ്പോൾ നമ്മൾ മറ്റേ പാമ്പമേക്കപ്പ് ഇത് അവർ വന്നിരുന്നു, മണ്ണാർശയിൽ അവർ വന്നു, ഇതിനെയൊക്കെ ആവാഹിച്ചുകൊണ്ട് പോയി. ഒന്നും ആവാഹിച്ചാൽ പോകില്ല. ഇതൊന്ന് ആ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. ആവാഹിച്ചു പോകുന്നതല്ല നാഗങ്ങൾ. അതിൻ്റെ ഇരിപ്പിടം നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ഇരിപ്പിടം നഷ്ടപ്പെടും. ഒരാളൊരു വലിയ വീട് വെച്ചു, അതിമനോഹരമായ വീട്, ഗംഭീരമായ വീട്. ഒരു ദിവസം പോലും താമസിക്കാൻ പറ്റില്ല. എന്താണ്? പാമ്പ് ചീറ്റുന്ന ശബ്ദം. എന്നെ വിളിച്ചു, ഞാനല്ല, ഒരുപാട് പേരെ വിളിച്ചു കാണും, അതിലൊന്ന് ഞാനാണ്. അപ്പം ഞാൻ ചോദിച്ചു, അല്ല പാമ്പ് ചീറ്റുന്ന പോലെ ശബ്ദം കേൾക്കുന്നു. ഞാൻ പറഞ്ഞു, താങ്കൾ ചെവി അടച്ചാലോ? ആ ചെവി അടച്ചു വെച്ചാൽ എടുക്കുമ്പോൾ ചീറ്റുന്ന ശബ്ദം കേൾക്കും. ഞാൻ എപ്പോഴാണ് ചോദിക്കുന്നത്? അത് ആയില്യ ദിവസം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. ആ വീടിരുന്ന സ്ഥലം സർപ്പക്കാവായിരുന്നു, സർപ്പപ്രതിഷ്ഠയുണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ പുള്ളി ഒരു നിമിഷം നിശബ്ദമായിട്ട് പറഞ്ഞു, സ്വാമി എനിക്കിതിലൊന്നും വിശ്വാസമില്ലായിരുന്നു. ഇപ്പം വിശ്വാസമായോ? 2 ചെവിയും കൂടെ ഇങ്ങനെ ഷുന്ന് കേട്ടോണ്ടിരിക്കുന്നത്, 2 ചെവിയിലും കേട്ടോണ്ടിരിക്കുകയില്ലേ? അപ്പോൾ ഇത് അന്ധവിശ്വാസമല്ല. ഇത് വിശ്വാസത്തിൻ്റെയോ അന്ധവിശ്വാസത്തിൻ്റെയോ പ്രശ്നമല്ല. നമ്മുടെ പ്രപഞ്ച സത്യങ്ങൾ, പ്രകൃതിയുമായിട്ട് പ്രപഞ്ചവുമായിട്ട് ബന്ധമുള്ള ഇത്തരം സത്യങ്ങൾ നിങ്ങൾ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് അവിടെ ഇത്തരം കാര്യങ്ങൾ കോടിക്കണക്കിന് രൂപ മുടക്കി വീടൊക്കെ വെച്ച് താമസിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇതിലെ അധിപനായിരുന്ന ആൾ പണമുയർത്തി ചീറ്റുന്നത്. ആ ചീറ്റൽ സഹിക്കാനുള്ള ശക്തിയും അതുണ്ടാകുമ്പോഴുണ്ടാകുന്ന ദോഷദുരിതങ്ങൾക്ക് പരിഹാരം ചെയ്താൽ മാറൂല. വീടിടിച്ച് മാറ്റാൻ പറ്റുമോ? സർപ്പക്കാവൊക്കെ ഇരുന്നിടത്ത് ആരെങ്കിലും വീട് വയ്ക്കുമോ മനുഷ്യ? എന്തൊരു കഷ്ടമാണ്. ഞാൻ എന്തോരം കാലം കൊണ്ട് ഇത് ഓതി പറയുകയാണ്. അനന്തനും വാശിയും ശേഷനും പത്മനാഭനും നെഞ്ചനും കമ്പലനും ശംഖുപാലനും ധൃതാക്ഷനും സക്ഷയനും കാളിയനും എന്നൊക്കെ പറയുന്ന മഹാനാഗങ്ങൾ, അഷ്ടനാഗങ്ങൾ, നാഗേക്ഷിയും നാഗരാജാവും ഒക്കെ വിളമാടിയിരുന്ന, ഈ കുടുംബത്തിന് ഐശ്വര്യം കൊടുത്തിരുന്ന അത്തരം വിശ്വാസ പ്രമാണങ്ങളെല്ലാം ഉടച്ച്, വിഗ്രഹവും തട്ടുടച്ച് എല്ലാം ചെയ്ത് അവിടെ വീടും വെച്ച് സർവനാശത്തിലേക്ക് വഴുതി വീണിട്ട് ദൈവത്തിനെ വിളിച്ചിട്ട് എന്ത് കാര്യം? ചെറിയ ജീവിതമാണെന്ന് ഓർക്കുക. ആ ചെറിയ ജീവിതം സന്തോഷഭരിതമാക്കാൻ എന്ത് ചെയ്യണമെന്ന് ഓർക്കുക. പൂർവികർ ചെയ്തു പോയ കർമ്മങ്ങളുടെ പരിണിത ഫലം പോലും നമ്മൾ അനുഭവിച്ച് ജീവിക്കുന്ന കണ്ടിട്ടില്ലേ? നമുക്ക് ന്യൂറോ പ്രശ്നം, ഞരമ്പുകൾക്ക് രോഗമുണ്ടാകില്ലേ? ഒരു സ്ത്രീ പറഞ്ഞതുപോലെ, സ്വാമി അവർക്ക് അങ്ങ് ദുരിതമാണ്, മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല, ഭർത്താവ് തിരിഞ്ഞു നോക്കുന്നില്ല, കുട്ടികൾ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പം ഞാൻ എന്താ കാര്യം? ഞാൻ കുഞ്ഞുങ്ങളോരോ നശിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചില്ലെങ്കിലും ആരെങ്കിലും സർവനാശത്തിന് കുട്ടികളെ നശിപ്പിക്കാൻ പോകുമ്പോൾ കൂട്ടുപോയിട്ടുണ്ടോ? കൂട്ടുപോയിട്ടുണ്ട്. ആർക്കാണ്? എൻ്റെ നാത്തൂന് 2 കുട്ടികളെ അബോർഷൻ ചെയ്യാനായിട്ട് ഞാനും കൂടെ പോയി. അതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അപ്പം കൂടെ പോകുന്നവർക്ക് പോലും ഇത്ര ഫലമാണെങ്കിൽ, ഇത്ര ദോഷമാണെങ്കിൽ, അത് ചെയ്തവർക്കുള്ള ദോഷം എന്താണെന്ന് നമ്മൾ സ്വയം ചിന്തിച്ചാൽ മതി. പുരാണ നക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയാൻ വയ്യ. ജ്യോതിഷ സംബന്ധമായി ലോട്ടറി അടിച്ചാൽ കിട്ടുമെന്ന് പറയും. എന്നെക്കുറിച്ച് എല്ലാവരും പറയുന്ന പോലെ സ്വാമി ദോഷം മാത്രമേ പറയുള്ളൂ. ദോഷം മാത്രമല്ല പറയുന്നത്, പുരാണത്തിന് ഉത്തമമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതിനോടൊപ്പം വിഷം തൊടാനായിട്ടുള്ള വീട്ടിൽ ചിലന്തിവല, പാറ്റ, പല്ലി, വർഗാലി ഇത്യാദി ജന്മങ്ങളിൽ നിന്ന് രോഗങ്ങളുണ്ടാവാനുള്ള സാധ്യത, കൊതുക് പോലും കടിച്ചാൽ തടിച്ച് രോഗമുണ്ടാകും പുരാണ നക്ഷത്രക്കാർക്ക്. അപ്പം അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് വീട് ശുദ്ധീകരിക്കേണ്ടത്? ഒരാഴ്ചയ്ക്ക് മുമ്പ് സ്ഥിരമായി ഉപയോഗിക്കുന്ന കട്ടിലിൻ്റെ ബെഡ്ഷീറ്റ് മാറ്റി പുതിയ ബെഡ്ഷീറ്റ് ഉപയോഗിക്കണം. വൃത്തിയും വെടുപ്പും വളരെ അത്യാവശ്യമാണ് പുരാട നക്ഷത്രക്കാർക്ക്. പിന്നെ രണ്ടാമതൊരു കാര്യം ചെയ്യേണ്ടത്, തുളസി വീട്ടിലെ തുളസി ഉണ്ടെങ്കിൽ ആ തുളസിയിലായിട്ട് സന്ധ്യയ്ക്ക് തിളപ്പിച്ച് ആ വീടിനുള്ളിൽ തളിക്കുന്നത് വളരെ നല്ലതാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയൊന്നും കുഴപ്പമില്ല. ആരോഗ്യപരമായ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ വഴിയില്ല. എല്ലാ നക്ഷത്രക്കാരെ സംബന്ധിച്ചോളം ആരോഗ്യ പ്രശ്നങ്ങൾ വരാം. പക്ഷേ ശിരസ്സിന് മുകളിലേക്കും മുട്ടിന് താഴേക്കുമുള്ള രോഗങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധ വയ്ക്കുന്നത് വളരെ അടുത്ത 30 ദിവസത്തേക്ക് വളരെ നല്ലതാണ്. ഈ വേറെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തികമായ ഞെരുക്കം അനുഭവപ്പെടാം. അത് ഓഗസ്റ്റ് കഴിയുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം വരും. കടബാധ്യതകളുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാവുന്ന കാലമാണ്. കടബാധ്യതകൾ നമ്മളാൽ തന്നെ തീർക്കാൻ വേണ്ടി വരും. കടം വാങ്ങിച്ച് തീർക്കാൻ വന്നാൽ അത് പെരുകി മറ്റൊന്നായി മാറും, അത് കൂടുതലായി. അതുകൊണ്ട് കടം മേടിക്കാതെ നിലവിലുള്ള കടം എങ്ങനെയാണ് തീർക്കാൻ പറ്റുക എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് നിങ്ങളെ ആരെങ്കിലും തിരിച്ചു മടക്കി, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പണം ഞാൻ തരാം, നിങ്ങളത് കിട്ടുമ്പോൾ തിരിച്ചു തന്നാൽ മതി എന്ന് ആരെങ്കിലും പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.